നമസ്കാരം. സുപ്രീം കോടതി ഇങ്ങനെ ഒരു വിധി തിടുക്കപ്പെട്ടെടുക്കുമെന്ന് BJP ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ വസ്തുതാ പരിശോധനയ്ക്ക് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയെ ചുമതലപ്പെടുത്തിയ വിജ്ഞാപനം സ്റ്റേ ചെയ്ത സുപ്രീം കോടതി നടപടിയാണ് കേന്ദ്ര സർക്കാരിനെ വെട്ടിലാക്കിയത്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ PIBയെ വ്യാജ വാർത്തകളുടെ വെല്ലുവിളി നേരിടാൻ നിയോഗിച്ച നടപടി സ്റ്റേ ചെയ്ത് കേന്ദ്ര സർക്കാരിന് കനത്ത തിരിച്ചടി നൽകിയിരിക്കുകയാണ് സുപ്രീം കോടതി. ബോംബെ ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ അന്തിമ തീർപ്പുണ്ടാകുന്നത് വരെയാണ് സ്റ്റേ. ഏപ്രിൽ 15-നാണ് ബോംബെ ഹൈക്കോടതി ഹർജി പരിഗണിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, ജസ്റ്റിസ് JB പർദിവാല, ജസ്റ്റിസ് മനോജ് മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ചാണ് വിഷയം പരിശോധിച്ചത്. കേന്ദ്രത്തിന്റെ നടപടി അഭിപ്രായ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് എന്നാണ് കോടതി നിരീക്ഷിച്ചത്. എന്നാൽ കേസിന്റെ മെറിറ്റിനെ കുറിച്ച് പ്രതികരിക്കാനില്ലെന്നും കോടതി വ്യക്തമാക്കി. വിജ്ഞാപനം പൂർത്തിയാക്കി 24 മണിക്കൂറിനകമാണ് ഇത് കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. സ്റ്റാൻഡപ്പ് കൊമേഡിയൻ കുനാൽ കമ്രയും എഡിറ്റേഴ്സ് ഗിൽഡ് ഓഫ് ഇന്ത്യയുമാണ് ഫാക്ട് ചെക്ക് യൂണിറ്റിനെ അറിയിക്കുന്നതിൽ നിന്ന് കേന്ദ്രത്തെ വിലക്കണമെന്ന് ആവശ്യപ്പെട്ട് ബോംബെ ഹൈക്കോടതിയെ സമീപിച്ചത്. സർക്കാരുമായി ബന്ധപ്പെട്ട വ്യാജമോ തെറ്റായതോ ആയ ഓൺലൈൻ ഉള്ളടക്കം നിയന്ത്രിക്കുന്നതിനുള്ള ഇൻഫർമേഷൻസ് ടെക്നോളജി റൂൾസ് 2021 കേന്ദ്രം കഴിഞ്ഞ വർഷം ചില ഭേദഗതികൾ കൊണ്ടുവന്നിരുന്നു. ഇത് പ്രകാരം ഈ ഫാക്ട് ചെക്ക് യൂണിറ്റ് വ്യാജവും സർക്കാരിന്റെ കാര്യങ്ങളെക്കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന വസ്തുതകൾ ഉൾക്കൊള്ളുന്നതുമായ ഏതെങ്കിലും പോസ്റ്റുകൾ കാണുകയോ അറിയിക്കുകയോ ചെയ്താൽ അവരെ സോഷ്യൽ മീഡിയയിൽ ഫ്ലാഗ് ചെയ്യും. അത്തരത്തിലുള്ള ഒരു പോസ്റ്റ് ഫ്ലാഗ് ചെയ്തു കഴിഞ്ഞാൽ ഇടനിലക്കാരന് അത് നീക്കം ചെയ്യാനോ നിരാകരണം ചെയ്യാനോ ഉള്ള ഓപ്ഷൻ ഉണ്ട്. രണ്ടാമത്തെ ഓപ്ഷൻ എടുക്കുമ്പോൾ ഇടനിലക്കാരൻ നിയമ നടപടി നേരിടേണ്ടി വരും. എന്നാൽ പുതിയ നിയമങ്ങൾ സോഷ്യൽ മീഡിയയിൽ സ്വതന്ത്രമായി അഭിപ്രായം പ്രകടിപ്പിക്കുന്നതിൽ നിന്ന് ഉപയോക്താക്കളെ നിയന്ത്രിക്കുമെന്ന് പറഞ്ഞാണ് ഹർജിക്കാർ കോടതിയെ സമീപിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള നീക്കം കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനങ്ങളെ തടയാനാണ് എന്ന ആക്ഷേപം ഉയർന്നിരുന്നു. അശ്ലീലം, ആൾമാറാട്ടം അടക്കമുള്ള ഉള്ളടക്കങ്ങൾ നീക്കം ചെയ്യാനുള്ള പരാതികളിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ 72 മണിക്കൂറിനകം നടപടിയെടുക്കണം എന്നാണ് ചട്ടം. എങ്ങനെയൊക്കെ ഭരണ സംവിധാനത്തെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാമോ ആ മാർഗങ്ങളെല്ലാം ഒന്നൊഴിയാതെ പയറ്റുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ജനാധിപത്യ വിരുദ്ധ സമീപനത്തിന് സുപ്രീം കോടതി വെച്ച പൂട്ട് വല്ലാത്ത നാണക്കേടാണ് എന്തായാലും BJPക്ക് ഉണ്ടാക്കിയത്.